എന്റെ പൊന്നോട് തന്നെ തണുപ്പില്ലല്ലോ. സൂപ്പർ ക്യാച്ച്. ഇപ്പൊ ബിയറിന്റെ വാല്യൂ മനസ്സിലായോ? താങ്ക്സ്. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഒരു ഫോൺ നമ്പർ പോലും തരാതെ നീ മുങ്ങിയില്ലേ? അത് പിന്നെ ഞാൻ തരണമെന്നാ വിചാരിച്ചത്. പക്ഷെ അതിനു മുൻപ് എന്റെ സ്ഥലം എത്തിപ്പോയി. ഞാൻ തന്നെ എഴുന്നേപ്പിച്ച പിന്നെയും വല്ലതും നടന്നാലോന്ന് വിചാരിച്ച മിണ്ടാതങ്ങ് പോയെ. ഓഹോ, അല്ല തന്റെ പേരെന്താ? നീ ശരിക്കൊരു ഫ്രോഡ് ആണല്ലോടാ. എല്ലാം പ്ലാൻ ചെയ്തിട്ടാണല്ലേ? അതെങ്ങനെ? ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? തൃശ്ശൂർ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. അതിലൊരു പെങ്കൊച്ചുണ്ടാവും, അവളുടെ അടുത്ത് സംസാരിച്ച് പരിചയപ്പെടാം, ബിയർ അടിക്കാം, കിസ് അടിക്കാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ യാദൃശ്ചികമായല്ലേ കണ്ടത്. ശരി, അത് പോട്ടെ. എവിടെയാ നീ താമസിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഓ, ഒറ്റയ്ക്കാണോ താമസം? 2 വർഷമായിട്ട് അങ്ങനെ തന്നെ. ഓ, അപ്പൊ ഫുഡൊക്കെ എങ്ങനെയാ? എന്താ അങ്ങനെ വെച്ചേ? നല്ലൊരു ഓഫീസിലാണ്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. 1.5 ലക്ഷം സാലറിയും വാങ്ങുന്നുണ്ട്. ഭക്ഷണത്തിനൊന്നും കുഴപ്പമില്ല. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മട്ടൻ ബിരിയാണി കഴിക്കാൻ പറ്റും. അത് അല്ല, ഇതിനെ ശരിക്കും നോണ പറഞ്ഞ പോലെ തോന്നിയ. നീ കുക്ക് ചെയ്യാറുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ ചോദിച്ചത്. നീ എന്താണ് ശമ്പളത്തെ കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്? ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ ഒരു മാറ്റമില്ല മോനെ നിനക്ക്. ഇങ്ങനെ ആയിപ്പോയില്ലേ? കല്യാണം കഴിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അതോ ട്രെയിനിൽ ഇങ്ങനെ കറക്കാണോ? ഹലോ, എന്നെ കുറിച്ച് എന്താ ആലോചിച്ചിരിക്കുന്നത്? എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്ലാനിംഗ് ഒന്നുമില്ല. പക്ഷെ വീട്ടിൽ പെണ്ണ് ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തന്നെ പോലെ ചിരിച്ച് സംസാരിക്കുന്ന സുന്ദരികൾ കിട്ടുന്നില്ലെന്നേ. തന്റെ കാര്യം എന്താ? എനിക്കും കല്യാണം നോക്കുന്നുണ്ട്. ഓ, സൂപ്പർ. നമുക്ക് കല്യാണം കഴിച്ചാലോ? ആൽബർട്ട് ജയ് എന്ന ഞാൻ, ജനീലിയ എന്ന നിന്നെ ജീവിതത്തിന്റെ അവസാനം വരെ ഭാര്യയായി സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഇതിനാൽ. ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് കല്യാണം വരെ എത്തിച്ചിരിക്കുക. ഫാദർ സായി ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ നൈസായിട്ട് വളയ്ക്കാൻ നോക്കാണോ? അത് ജെഡി, അപ്പൊ ഫാദറിനെ കളിയാക്കുന്നുണ്ടില്ലേ? അത് നീയാ പറയേണ്ടത്. ഞാനോ? ഫാദർ, എന്റെ മരണം വരെ ഇവിടെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അതുപോരെ? അയ്യോ, ഞാൻ ഉള്ള കണ്ട ഭജന മുഴുവൻ ഇരുന്ന് ഷഷ്ടി വ്രതമൊക്കെ എടുത്ത് ജയവേലെന്ന് പേരിട്ടവനല്ലേ. അതിന്റെ പകുതി പേര് കട്ട് ചെയ്തടി അവൻ. അയ്യോ, ആൽബർട്ട് പോലും ആൽബർട്ട്. നിനക്ക് കൺഗ്രാറ്റുലേഷൻസ്, മൈ സിംപതീസ്. ഇരുവരും പരസ്പരം ഹൃദയം കൈമാറിക്കൊള്ളുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. Your room, your balcony, സൂപ്പർ ആയിട്ടുണ്ടടാ. ഈ ബെഡ്റൂമിന് വേണ്ടിട്ട് ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചത് തന്നെ. എന്നാ ശരിക്കും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലേ? അല്ല, സെക്കൻഡ് നൈറ്റ്. സേഫ്റ്റിക്ക് എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ കയ്യില്? സേഫ്റ്റിക്ക് മനസ്സിലായില്ലേ? ഗ്ലൗസോ? നമ്മുടെ ബോക്സിംഗ് ആണോ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കും. കല്യാണമായിന്ന് വെച്ച് നെക്സ്റ്റ് മന്ത് തന്നെ കൺസീവ് ആയി ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിട്ടാണോ പറഞ്ഞു വരുന്നത്?
മിക്കവാറും എല്ലാവരും പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരാ. നമ്മൾ പെട്ടെന്ന് മീറ്റ് ചെയ്ത് കല്യാണം കഴിച്ചവരല്ലേ. ഐ വോണ്ട് അറ്റ്ലീസ്റ്റ് 5 years ടു ലവ് യു, ടു എൻജോയ് ലൈഫ് വിത്ത് യു. അത് കഴിഞ്ഞിട്ട് കുട്ടികളാവുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. 5 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞാ? 5 വർഷത്തിന് ശേഷം എന്റെ വണ്ടി ഓടിയില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാ? സ്പെയർ പാർട്സ് ഒന്നും മാറ്റി കിട്ടുന്നില്ല. വണ്ടി മാറ്റാമല്ലോ. എടി പിശാശേ. ശരി, നമുക്ക് നാളെ മുതൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് എന്താ ചെയ്യാം? ഇപ്പൊ തൽക്കാലം ഇന്നൊരു ദിവസം. ഗ്ലൗസ് ഇല്ലെങ്കിൽ മാച്ച് നടക്കില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? എടി ഉറങ്ങല്ല, ഒരു 10 മിനിറ്റ് ആയോ? ഫോണും കാണുന്നില്ല, പണ്ടറടങ്ങാൻ. എവിടെ പോയി കിടക്കണം? ബേബി, പറ്റാവുന്നിടത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എല്ലാ പ്ലേയേഴ്സും ഭയങ്കര ബിസിയാ. ഞാൻ വേണമെങ്കിൽ കാലത്ത് മുത്തിന് ഒരു IPL ഓടിച്ചരാ. ഐപ്പിലോ? അതെ. Do you know the side effects of IPL? Inside the uterus it's 1.1. പ്ലീസ് ദയവ് ചെയ്ത് പകുതിക്ക് വെച്ച് പടം നിർത്തല്ലേ. എനിക്ക് കുറച്ച് സമയം തായോ, ഞാൻ എവിടെന്നെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. തേടുമോ തേടുമോ കണ്ടതെല്ലാം തേടുമോ, കണ്ണിലാകെ തേടുമോ അപ്സെറ്റായി മാറുമോ, നീയാകെ നെഞ്ചിലാകെ നെഞ്ചിൽ തൊട്ടും താളമോ, മൂടാകെ വന്ന് നീ മൂടില്ലാതെ പോകുമോ നീ. അയ്യോ 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 റൂട്ട് താളം തുള്ളുമോ, താളം തുള്ളുമോ. അല്ല, സേഫ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഉണ്ടാവാതിരിക്കോ? നീ ധൈര്യമായിട്ട് പാടാ. എനിക്ക് അത് മാത്രം മതിയായിരുന്നു. അത് മാത്രോ? അത് മാത്രം കിട്ടില്ല, എല്ലാം കൂടെ കിട്ടത്തുള്ളൂ. എല്ലാം കൂടി ചേർന്നോ? എത്രയാവും? പെർ അവർ 2000 രൂപ. 2000? ഓക്കെ. ശരി വാ. എനിക്ക് അത് മാത്രം എടുത്ത് തന്ന ഞാൻ പൊക്കോളാം അങ്ങോട്ട്. അയ്യോ ഓടിക്കോ. എന്തിനാ ഓടുന്ന? ഞാൻ പൈസ കമ്പനിയിലാണ് ജോലി സെലിബ്രേഷന്റെ പേരിൽ പരിപാടിയായിട്ട് നടക്കല്ലേ. നിന്നെ ഞാൻ എന്താണ് നീ വിചാരിച്ചത്? കരയാണോ? ഒന്നുമില്ല. എടോ, താൻ കരയല്ലേ? ഒന്നുമില്ല. വണ്ടി നിർത്താൻ. ചിരിക്കുന്നോ? എന്തിനാണ് ചിരിക്കുന്നത്? പിന്നെ ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് തന്നെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അയ്യോ അടിക്കല്ലേ വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കളിയാക്കുന്ന എടി നീ ഒറ്റൊരു തരാം ഞാൻ.